ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ളതും ചിലവേറിയതുമായ മെത്തകൾ നിർമ്മിക്കുന്നത് 100% നാച്ചുറൽ ലാറ്റക്സ് ഉപയോഗിച്ചാണ്. റബ്ബർ മരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കറ ശേഖരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ഒരു വലിയ മെത്ത നിർമ്മിക്കാൻ നിരവധി മരങ്ങളിൽ നിന്നുള്ള കറ വർഷങ്ങളോളം ശേഖരിക്കേണ്ടി വരും. ശേഖരിച്ച റബ്ബർ കറ ടാലി അല്ലെങ്കിൽ ഡൺലപ്പ് പോലെയുള്ള സങ്കീർണമായ രീതികളിലൂടെ കടത്തിവിട്ടാണ് മെത്തകളാക്കി മാറ്റുന്നത്. ഇതിന് വലിയ ചിലവും സാങ്കേതിക വൈദഗ്ധ്യവും ആവശ്യമാണ്. മറ്റുള്ള ഫോം മെത്തകളെ അപേക്ഷിച്ച് ലാറ്റക്സ് മെത്തകൾക്ക് ഡ്യൂറബിലിറ്റി വളരെ കൂടുതലാണ്. ഈ മെത്തകൾ സാധാരണയായി 15 മുതൽ 20 വർഷം വരെ കേടുപാടുകൾ കൂടാതെ ഉപയോഗിക്കാം. നടുവേദനയും സന്ധിവേദനയും ഉള്ളവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. ശരീരത്തിന്റെ വെയിറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇവ സഹായിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ ഇത് മികച്ചതാണ്. ഇവ എയർ സർക്കുലേഷൻ നൽകുകയും ശരീരം വിയർക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഡാനിയൽ എന്ന യുവതി തന്റെ കാറിന് തീപിടിച്ചപ്പോൾ എടുത്ത ടിക്ടോക്ക് വീഡിയോ ആണ് സ്റ്റാൻലി എന്ന 110 വർഷം പഴക്കമുള്ള തെർമോസ് ബോട്ടിൽ കമ്പനിയുടെ തലവര മാറ്റിയത്. കാർ പൂർണ്ണമായി കത്തി നശിച്ചെങ്കിലും കാറിന്റെ ഉള്ളിലിരുന്ന സ്റ്റാൻലി കപ്പിന് ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. കുലുക്കിയപ്പോൾ കപ്പിനുള്ളിലെ ഐസ് ക്യൂബ്സ് അതേപടി ശബ്ദമുണ്ടാകുന്നുണ്ടായിരുന്നു. കമ്പനി ആ വീഡിയോ ഏറ്റെടുക്കുകയും ഡാനിയലിന് പുതിയ കാറും സ്റ്റാൻലി കുപ്പികളും സമ്മാനമായി നൽകുകയും ചെയ്തു. ആ വീഡിയോ ബോട്ടിലിന്റെ ഗുണനിലവാരത്തിന് വലിയ പ്രചാരം നൽകി. 1913 വില്യം സ്റ്റാൻലി ജൂനിയർ ആണ് സ്റ്റാൻലി എന്ന കമ്പനി ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗോളാകൃതിയിലുള്ള വിനോദവേദിയാണ് ലാസ് വേഗസിലെ ദ സ്ഫിയർ. ഏകദേശം $2.3 ബില്യൺ, അതായത് 13,000 കോടി ചിലവിൽ നിർമ്മിച്ച ഈ അത്യാധുനിക തിയേറ്ററിനുള്ളിൽ കാണികളെ പൂർണ്ണമായും വിസ്മയിപ്പിക്കുന്ന 16K റെസൊല്യൂഷനിലുള്ള LED സ്ക്രീനും സ്പേഷ്യൽ ഓഡിയോ സംവിധാനവും ഉണ്ട്. ഈ തിയേറ്ററിന്റെ പുറംഭാഗം മുഴുവൻ 1.2 ദശലക്ഷം LED ലൈറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഈ വലിയ സ്ക്രീനിൽ പരസ്യങ്ങളും കണ്ണുകൾ, ഭൂമി, ഇമോജികൾ തുടങ്ങിയ അതിശയകരമായ ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കാറുണ്ട്. അകത്ത് 17,500-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെസൊല്യൂഷനുള്ള LED സ്ക്രീനാണ് ഇതിന്റെ മേൽക്കൂരയിലുള്ളത്. സിനിമ കാണുമ്പോഴോ കോൺസേർട്ടുകൾ നടക്കുമ്പോഴോ കാണുന്ന ദൃശ്യങ്ങൾക്കനുസരിച്ച് സീറ്റുകൾ ചലിക്കുകയും കാറ്റും സുഗന്ധവും വരെ അനുഭവവേദ്യമാവുകയും ചെയ്യും. അകത്തുള്ള 1,67,000 സ്പീക്കറുകൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിക്കും അവരവരുടെ സീറ്റിലിരുന്ന് വ്യക്തമായ ശബ്ദം കേൾക്കാൻ സാധിക്കും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭാഷ സെലക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ടത്രേ. ഏറ്റവും കൂടുതൽ മെക്ഡൊണാൾഡ് ബിഗ് മാക് ബർഗറുകൾ കഴിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ആളാണ് അമേരിക്കക്കാരനായ ഡൊണാൾഡ് ഗോർസ്കി. അദ്ദേഹം ഇതുവരെ 34,000-ലധികം ബിഗ് മാക് ബർഗറുകൾ കഴിച്ചിട്ടുണ്ട്. 1972 മെയ് 17 അദ്ദേഹം തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിഗ് മാക് കഴിക്കുന്നത്. അതേ ദിവസം മാത്രം അദ്ദേഹം 9 ബർഗറുകൾ കഴിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ 2 ബിഗ് മാക് ബർഗറുകൾ വീതം, അതായത് ദിവസവും ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാൻ തുടങ്ങി. കഴിച്ച ഓരോ ബർഗറിന്റെയും ബില്ലുകളും ബോക്സുകളും അദ്ദേഹം കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെസേർട്ടുകളിൽ ഒന്നാണ് സ്ട്രോബെറീസ് അർണോട്ട്. അമേരിക്കയിലെ ലൂസിയാനയിലുള്ള ന്യൂ ഓർലിയൻസിലെ പ്രസിദ്ധമായ അർണോട്ട്സ് ന്യൂ ഓർലിയൻസ് റെസ്റ്റോറന്റിലാണ് ഈ ഡെസേർട്ട് ലഭിക്കുന്നത്. സാധാരണയായി ഈ ഡെസേർട്ട് വെറും $9 റെസ്റ്റോറന്റിൽ ലഭിക്കും. ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി പീസുകൾ, പോർട്ട് വൈൻ സോസ്, വിപ്പിംഗ് ക്രീം എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എക്സ്പെൻസീവ് എഡിഷന് ഏകദേശം $9.8 മില്യൺ, അതായത് 80 കോടിയിലധികം രൂപ വില വരും. സ്ട്രോബെറിക്കൊപ്പം ഇതിൽ 10 ക്യാരറ്റിലധികം മൂല്യമുള്ള അപൂർവമായ ഒരു ഡയമണ്ട് മോതിരം കൂടി നൽകുന്നുണ്ട്. ഈ വില കൂടിയ ഡയമണ്ട് റിംഗും ഒപ്പം നൽകുന്ന ലക്ഷറി സർവീസുമാണ് ഇതിന്റെ വില കോടിക്കണക്കിന് രൂപയാകാൻ കാരണം. യാത്രക്കാർക്ക് കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായി താമസിക്കാനായി ജപ്പാനിൽ ആരംഭിച്ച പ്രത്യേകതരം താമസ സൗകര്യങ്ങളാണ് ക്യാപ്സ്യൂൾ ഹോട്ടലുകൾ. ഓഡ് ഹോട്ടലുകൾ എന്നും ഇവ അറിയപ്പെടുന്നു. ഒരാൾക്ക് മാത്രം കിടന്നുറങ്ങാൻ പാകത്തിലുള്ള ചെറിയ മുറികളോ കമ്പാർട്ട്മെന്റുകളോ ആണിവ. സാധാരണയായി മുകളിലും താഴെയുമായി അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഓരോ ക്യാപ്സ്യൂളിനുള്ളിലും ലൈറ്റ്, TV, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്, വൈഫൈ, എയർ കണ്ടീഷൻ എന്നിവ ഉണ്ടായിരിക്കും. ക്യാപ്സ്യൂളുകൾക്ക് മുന്നിൽ ഒരു ഡോറോ ഷട്ടറോ ഉണ്ടായിരിക്കും. ലഗേജ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ലോക്കർ റൂമുകളും കോമൺ ആയിട്ടുള്ള കുളിമുറിയും ഇത്തരം ഹോട്ടലുകളിൽ ലഭ്യമാണ്. 1979 ജപ്പാനിലെ ഒസാക്കയിലാണ് ലോകത്തിലെ ആദ്യത്തെ ക്യാപ്സ്യൂൾ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രധാനമായും ബിസിനസ് യാത്രക്കാർക്കും അർദ്ധരാത്രിയിൽ ട്രെയിൻ നഷ്ടപ്പെടുന്നവർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു രാത്രി തങ്ങിപ്പോകാൻ ഇവ വളരെ അനുയോജ്യമാണ്. ഐസ്ലാൻഡിന്റെ തെക്കൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട വീടാണ് എലിയെ ഹൗസ്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട വീട് എന്നാണ് എലിയെ ഹൗസ് അറിയപ്പെടുന്നത്. ഐസ്ലാൻഡിലെ വെസ്റ്റ്മെൻ ദ്വീപുകളിലെ എലിയെ എന്ന ചെറിയ അഗ്നിപർവ്വത ദ്വീപിലാണ് ഈ വീടുള്ളത്. അവിടെ സ്ഥിരമായി ആരും താമസിക്കുന്നില്ല. 1953 എലിയെ ഹണ്ടിംഗ് അസോസിയേഷൻ എന്ന വേട്ടക്കാരുടെ സംഘടനയാണ് ഈ വീട് പണിതത്. പഫിൻ എന്ന കടൽ പക്ഷികളെ വേട്ടയാടാൻ പോകുമ്പോൾ തങ്ങാനാണ് അവർ ഈ വീട് ഉപയോഗിക്കുന്നത്. ഇവിടെ വൈദ്യുതിയോ പൈപ്പ് വെള്ളമോ ഇല്ല. എന്നാൽ മഴവെള്ളം ശേഖരിക്കാനുള്ള സംവിധാനവും ഒരു ചെറിയ സൗനയും ഇതിനുള്ളിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഔട്ട്ഡോർ ലിഫ്റ്റ് ആണ് ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലുള്ള ബൈലോങ് എലവേറ്റർ. 100 ഡ്രാഗൺസ് എലവേറ്റർ എന്നും ഇത് അറിയപ്പെടുന്നു. ചൈനയിലെ വുലിംഗ് യുവാൻ പ്രദേശത്തുള്ള പ്രശസ്തമായ സാങ് ജിയാജി നാഷണൽ ഫോറസ്റ്റ് പാർക്കിലാണ് ഈ എലവേറ്റർ ഉള്ളത്. 326 മീറ്റർ, അതായത് 1070 അടിയാണ്
അടിയാണ് ഇതിന്റെ ഉയരം. അതിൽ 154 മീറ്റർ ഭാഗം മല തുരന്നും ബാക്കി 172 മീറ്റർ പാറയുടെ വശങ്ങളിലൂടെയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ലിഫ്റ്റിൽ കയറിയാൽ വനത്തിന്റെ മനോഹരമായ പ്രകൃതി ദൃശ്യം 360 ഡിഗ്രിയിൽ കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ചൈനയിലെ യാങ്സി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ത്രീ ഗോർഗസ് ഡാം. വൈദ്യുതോൽപാദനത്തിലും വെള്ളം സംഭരിക്കുന്നതിലും ഇത് ലോകത്തെ ഒന്നാമതാണ്. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നു. ലോകത്തിൽ ഇത്രയധികം ശേഷിയുള്ള മറ്റൊരു ഡാം ഇല്ല. ഈ അണക്കെട്ടിന് ഏകദേശം 7,660 അടി നീളവും 606 അടി ഉയരവുമുണ്ട്. 1994 പണി തുടങ്ങിയ ഈ ഡാമിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2006 പൂർത്തിയായി. കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജലവൈദ്യുതി ഉൽപാദനത്തിനോടൊപ്പം യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം തടയുക, കപ്പൽ ഗതാഗതം സുഗമമാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ആദ്യ സമയരഹിത മേഖലയാണ് നോർവീജിയൻ ദ്വീപായ സോമറോയ്. പാതിര സൂര്യന്റെ നാടെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് 24 മണിക്കൂർ ഇവിടെ സൂര്യൻ ഉണ്ടാകും. മെയ് 18 ഉദിക്കുന്ന സൂര്യൻ ജൂലൈ 26 വരെ അസ്തമിക്കാതെ തുടരും. ഇരുളില്ലാത്ത ഈ 69 ദിവസ കാലത്തെയാണ് പാതിര സൂര്യൻ എന്ന് വിളിക്കുന്നത്. വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കുന്നില്ലെങ്കിൽ ശൈത്യകാലം നേരെ തിരിച്ചാണ്. നവംബർ കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ സൂര്യനേ ഇല്ല. ഏതാണ്ട് ജനുവരി അവസാനം വരെ സൂര്യനില്ലാത്ത ഇരുണ്ട ജീവിതമായിരിക്കും. അറോറ ബോറിയാലിസ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. 350 താമസക്കാരാണ് ഈ ദ്വീപിലുള്ളത്. ടൂറിസം തന്നെയാണ് ഇവരുടെ മുഖ്യ വരുമാനം. 2019 ഈ ദ്വീപിലുള്ളവർ ഇനി തങ്ങൾക്ക് സമയം വേണ്ട എന്ന തീരുമാനത്തിലെത്തുന്നത്. ക്ലോക്കുകൾ തകർത്തും വീടിനു മുന്നിൽ വാച്ചുകൾ കെട്ടിത്തൂക്കിയും അവർ സമയമില്ലാത്ത ജീവിതത്തിന് തുടക്കം കുറിച്ചു. മനുഷ്യൻ കെട്ടിയുയർത്തിയ സമയസങ്കല്പങ്ങൾ പൊളിച്ച് പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കുകയാണ് ഇപ്പോൾ സോമറോയ് ദ്വീപിലുള്ളവർ. വടക്കൻ മെക്സിക്കോയിലെ ഡുറങ്കോയിലുള്ള ഒരു നിഗൂഢമായ സ്ഥലമാണ് സോൺ ഓഫ് സൈലൻസ്. അവിടെ എത്തുമ്പോൾ കോമ്പസുകൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവ തെറ്റായി കറങ്ങുന്നു. റേഡിയോ സിഗ്നൽസ് ഒന്നും അവിടെ ലഭിക്കില്ല. ഇത് ആശയവിനിമയ തകരാറുകൾക്ക് കാരണമാകുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ പ്രതിഭാസത്തിന് കാരണം ഭൂമിയിലോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ ഉണ്ടാകുന്ന ശക്തമായ മാഗ്നറ്റിക് തകരാറുകളാണ്. എന്നാൽ ചില ആളുകൾ ഈ സ്ഥലത്തെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുള്ള സ്ഥലമായി കണക്കാക്കുന്നു. ഇവിടെ അസാധാരണമായ വെളിച്ചങ്ങൾ, വിചിത്രമായ സസ്യങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയവ കാണാറുണ്ടെന്നും ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥലത്ത് ഒരു പഴയ റോക്കറ്റ് തകർന്നു വീണതായും കഥകളുണ്ട്. ഈ സ്ഥലത്തിന് മാപ്മി സൈലന്റ് സോൺ എന്നും പേരുണ്ട്. ഇതിനെ ലാസോൺ ഡെൽ സൈലൻസിയോ എന്നും അറിയപ്പെടുന്നു. 1952 ഹ്യൂഗോ ജോൺസ്ബാക്ക് എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരം ഹെൽമെറ്റ് ആണ് ദ ഐസൊലേറ്റർ. ആളുകൾക്ക് ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് രൂപകൽപ്പന ചെയ്തത്. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ 95% ഒഴിവാക്കാൻ ഇതിന് കഴിഞ്ഞിരുന്നു. ചുറ്റുമുള്ള മറ്റു കാര്യങ്ങൾ കണ്ട് ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാൻ കണ്ണിന് നേരെ ചെറിയൊരു ശുഷിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽമെറ്റിനുള്ളിൽ എയർ സർക്കുലേഷൻ കുറവായതുകൊണ്ട് ശ്വാസമുട്ടൽ ഒഴിവാക്കാൻ പ്രത്യേകം ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചിരുന്നു. ഈ ഹെൽമെറ്റ് അക്കാലത്ത് വലിയൊരു പരീക്ഷണമായിരുന്നുവെങ്കിലും ഭാരവും അസൗകര്യങ്ങളും കാരണം പിന്നീട് ഇത് ഉപയോഗത്തിൽ വന്നില്ല. കണ്ണെത്താ ദൂരത്തോളം തൂവെള്ള മഞ്ഞിനാൽ മൂടപ്പെട്ട അന്റാർട്ടിക്ക. ആ വെണ്മയുടെ നടുക്കാണ് ചോര ചുവപ്പ് നിറമുള്ള ബ്ലഡ് വാട്ടർഫോൾ. അന്റാർട്ടിക്കയിലെ മാക്മുർഡോ ഡ്രൈ വാലി എന്നറിയപ്പെടുന്ന താഴ്വരയിലാണ് ഈ വിചിത്ര കാഴ്ച. ഈ താഴ്വരയിൽ ടെയ്ലർ ഗ്ലേസിയർ എന്നൊരു ഹിമാനിയുണ്ട്. ആ ഹിമാനിയുടെ അറ്റത്ത് നിന്നാണ് രക്തം പോലെ ചുവന്ന ദ്രാവകം ഒഴുകിയിറങ്ങുന്നത്. 1911 ഓസ്ട്രേലിയനായ തോമസ് ഗ്രിഫിത്ത് ടെയ്ലർ എന്ന ജിയോളജിസ്റ്റ് ആണ് ആദ്യമായി ഈ വാട്ടർഫോൾസ് കണ്ടെത്തിയത്.